തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ കവിരാജ് കൂടി നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ആദ്യം തന്നെ സംസാരിക്കുന്നത് നമ്മുടെ പ്രതീക്ഷകൾ തന്നെയാണ്. ജനകീയം എന്നുള്ള ഒരു വേർഡിൽ ചുറ്റിപ്പറ്റി ഈ ഒരു ബജറ്റ് നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും അതാവേണ്ടതിൻ്റെ രാഷ്ട്രീയമായ ഉത്തരവാദിത്തമൊക്കെ ഈ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് മുന്നിലുള്ളത് നിരവധിയായ യാഥാർത്ഥ്യങ്ങളാണ്, ഇതിനു മുൻപുള്ള അനുഭവങ്ങളാണ്. ഇവിടെ ശ്രീ ജോസ് സാർ സൂചിപ്പിച്ചതുപോലെയൊക്കെയുള്ള എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്, ചില നയങ്ങളുടെ കൂടി പ്രശ്നമാണെന്നൊക്കെ കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പക്ഷേ ഇതിനിടയിൽ നിന്നുകൊണ്ട് നിലവിൽ നമ്മുടെ സാമ്പത്തിക അവസ്ഥയും കൂടിയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രീവിയസ് ഡിസ്കഷൻ ഞാൻ കുറച്ച് മിസ്സായി, അതുകൊണ്ട് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് അറിയില്ല എന്താണ്. സോ കീ തീംസ് ആസ് യു റൈറ്റ്ലി സെഡ്, ഫിസിക്കൽ പ്രൂഡൻസ് വേഴ്സസ് പോപ്പുലിസ്റ്റ് ബഡ്ജറ്റ്സ്, അതൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, പ്രത്യേകിച്ച് ഇലക്ഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഞാൻ വായിച്ചറിഞ്ഞതും നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഓവർലി പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കുന്നത്. അതിൻ്റെ സൂചനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രികളെ അല്ലേ. പ്രത്യേകിച്ചും ഇപ്പം കീ കൺസേൺ ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ്. ഫിസിക്കൽ ഡെഫിസിറ്റ് 3.2% ആയിരുന്നു ടാർഗറ്റ്. ലാസ്റ്റ് ഇയർ 3.5 ക്ലോസ് ചെയ്തു. ദിസ് ടൈം ഇറ്റ്സ് ഓൾറെഡി അബൌട്ട് ദാറ്റ്. സോ 3.4% റേറ്റിൽ വരുമെന്നുള്ളതാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പോപ്പുലിസ്റ്റ് ആയിട്ട് ഒരു ബഡ്ജറ്റ് ആവുകയാണെങ്കിൽ ആ ഗ്യാപ്പ് പിന്നെയും കൂടും. സോ അത് ചെയ്യാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റീസെൻ്റ് ആയിട്ട് നമ്മുടെ സോറിൻ റേറ്റിംഗ് കൂടിയതും അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സ് അവരൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫിസിക്കൽ പോളിസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടു കീപ്പിംഗ് ദറ്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് അറ്റ് എ സ്ട്രിക്ട് ലെവൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ പലരും പറയുന്നത് അത് തന്നെ പോപ്പുലിസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ സി എ ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ ഔട്ട് ഓഫ് ഇന്ത്യ. ഒരുപാട് ഇവരെല്ലാം പോവും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അല്ലേ. സോ തീർച്ചയായിട്ടും ഫ്രം എ മീഡിയം ടു ലോങ് ടേം പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുവാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ദർ വിൽ ബി ലോട്ട് ഓഫ് ത്രസ്റ്റ് ഓൺ കീപ്പിംഗ് ദ ഫിസിക്കൽ ഡെഫിസിറ്റ് ടു ദ ടാർഗറ്റ്. അതായിരിക്കും. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമോണിറ്റൈസേഷനൊക്കെ കാരണം ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ 6.5%-ലാണ് ഇപ്പം ഗ്രോത്ത് വന്നിരിക്കുന്നത്. എങ്കിലും അത് ഇപ്പം HSBC പോലുള്ള ബാങ്കുകൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്വിസ് പോലുള്ള ബാങ്കുകളുടെ ഒക്കെ ഫോർകാസ്റ്റുകൾ നോക്കി കഴിയുമ്പോഴേക്കും ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇറ്റ്സ് എക്സ്പെക്ടഡ് ടു പിക്ക് ബാക്ക്, ഗെറ്റ് ബാക്ക് ടു ദ ട്രാക്ക്. അപ്പോൾ അടുത്ത വർഷം ഈ വർഷം തന്നെ ഇപ്പം പറയുന്നത് 7 to 7.5% ആൻഡ് ഗോയിങ് ഫോർവേഡ് ഇറ്റ് ഇസ്. സോ അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയാണ് കാണുന്നത്. സോ ഒരു മീഡിയം ടേം പെർസ്പെക്റ്റീവ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ in my view there is no real reason to go overly populist at this point in time. You can continue to be like fiscally prudent and give the focus on that keeping that fiscal target. That's one. തീംസ് പ്രധാനമായിട്ട് ഞാൻ നോക്കുവാണെങ്കിൽ 3-4 ഏരിയാസ് ഇപ്പോൾ ഇവിടെ ഞാൻ വരുമ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഏരിയ തന്നെയാണ്. സോ 3-4 ഏരിയാസ് എനിക്ക് തോന്നുന്നു. ഒന്ന് കീ ഫോക്കസ് വിൽ ബി ഓൺ ഇൻഫ്രാസ്ട്രക്ചർ, and second rural and associated rural related areas and employment creation, and then other employment areas like ഇപ്പം NREGA പോലുള്ള കാര്യങ്ങൾ. പക്ഷെ ഒരു പോയിന്റ് ഞാൻ ഇവിടെ ഇപ്പം വന്നപ്പം കേട്ട ഒരു കാര്യം, അത് എനിക്ക് കുറച്ചൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ളത്, അറ്റ്ലീസ്റ്റ് ഇൻ പ്രിൻസിപ്പിൾ ഐ തിങ്ക് ദർ ഈസ് ലോട്ട് ഓഫ് ഫോക്കസ് ഓൺ ഇൻവെസ്റ്റിംഗ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ. കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം ഇൻഫ്രാസ്ട്രക്ചറിൽ ഓൾമോസ്റ്റ് 4 lakh crores ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്രിസലിൻ്റെ ഒരു സ്റ്റഡി അനുസരിച്ചിട്ട് ഇപ്പോൾ അടുത്ത 2022 അടുത്ത ഈ 5 വർഷത്തിനകത്ത് ഒരു 50 lakh crores എങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് ഒരു ഡെവലപ്ഡ് സ്റ്റേജ്. സോ ഐഡിയൽ സിറ്റുവേഷനിൽ നിന്ന് അത് വളരെ പുറകിലാണ്. വിച്ച് മീൻസ് ഇപ്പോൾ ഒരു കഴിഞ്ഞ വർഷം ഒരു 4 crores ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഗോയിങ് ഫോർവേഡ് അടുത്ത 5 വർഷം ഒരു 10 lakh crores വെച്ചിട്ടെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ആ റേറ്റിലേക്ക് വരുള്ളൂ. സോ വി ആർ ലൈക്ക് വേ ബിഹൈൻഡ് ആൻ ഐഡിയലിസ്റ്റിക് സ്റ്റേറ്റ്. പക്ഷേ having said that, there is certainly in the given set of conditions there is some focus, like right. So 4 lakh crores in infrastructure. So പിന്നെ അതുപോലെ തന്നെ റൂറൽ ആയിട്ടുള്ള ഏരിയസിൽ ഇപ്പം 1.87 lakh crores ആയിരുന്നു കഴിഞ്ഞ വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈക്ക് NREGA I agree, കാരണം 50,000 crores ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അതിൽ തന്നെ 48,000 crores കണ്ട് ഓൾറെഡി കഴിഞ്ഞു. അനദർ 5,000 crores റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. സോ ഐ തിങ്ക് NREGA we are expecting about 60,000 crores എങ്ങാനും വരുമായിരിക്കും. സോ കൺസിഡറിംഗ് ദാറ്റ് ദർ ഇസ് ലൈക്ക് ടു മെനി റിക്വയർമെന്റ്സ് ഫ്രം ഓൾ അതർ ഏരിയാസ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കാണുന്നത് ഫ്രം എൻ എക്സ്പെക്ടേഷൻ പെർസ്പെക്റ്റീവ്, ലൈക്ക് ഒരു ഫിസിക്കൽ ഇപ്പോൾ മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസി ഉപയോഗിച്ചിട്ടാണ് ഒബ്വിയസ്ലി നമ്മളത് ചേഞ്ച് ചെയ്യുന്നത് അല്ലേ. സോ മോണിറ്ററി പോളിസി നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബലി മോസ്റ്റ് ഓഫ് ദ സെൻട്രൽ ബാങ്ക്സ് ആർ റേസിംഗ് ദ interest rates. So it is not very easy for India to actually go and reduce the interest rates in this kind of thing, which means that you will again end up resorting to fiscal measures to stimulate the economy. So which means that again restructuring of taxes, reducing the expenses like expenditure and those kind of things. So I will suggest that I think budget തീർച്ചയായിട്ടും ഒരു
ഫിസ്ക്കൽ പോളിസിക്ക് ഫോക്കസ് കൊടുത്തുകൊണ്ട് തന്നെ വരുന്ന അത് ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് ടു കൈൻഡ് ഓഫ് സ്റ്റിമുലേറ്റ് ദി ഇക്കോണമി ആയിരിക്കും നോക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ ഇതാക്കുന്നതെന്ന് വെച്ചാൽ GST ഇപ്പം എന്തായാലും മേജർ structural reforms have come in place already, like whether they are effective or not, or whether they have been rolled out completely or not, that's a different discussion. പക്ഷേ നമ്മളുടെ GST ആണെങ്കിലും അല്ലെങ്കിൽ ഡിമോണിറ്റൈസേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ റീക്യാപിറ്റലൈസേഷൻ ഓഫ് പബ്ലിക് ബാങ്ക്സ് അതൊക്കെ ആണെങ്കിൽ ഓൾറെഡി കുറെ ഇൻ പ്ലേസ് ആണ്. സോ ഇപ്പം ഇനിയുള്ള ഒരു നെക്സ്റ്റ് 1 or 2 years അല്ലെങ്കിൽ ഇൻഫാക്ട് ഫ്രം ആൻ ഇക്കോണമി പെർസ്പെക്റ്റീവ് ഇൻ ദ മീഡിയം ടേമിൽ ഈ റോൾ ഔട്ട് ചെയ്ത റിഫോംസ് എല്ലാം എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കുറെ കൂടെ ഇമ്പോർട്ടന്റ് ആവാൻ പോകുന്നത്. സോ GST ഇപ്പം പെട്ടെന്ന് കളക്ഷൻ വല്ലാതെ കുറഞ്ഞിട്ടുണ്ട് 2-3 കാരണങ്ങൾ കൊണ്ട്. ഒന്നാമത് നമ്മൾ ടാക്സ് റേറ്റ് 28% കുറെ റെഡ്യൂസ് ചെയ്തു November 15th. പിന്നെ കൂടാതെ ഈ സ്മോൾ കമ്പനീസ് എല്ലാം അവർ മന്ത്ലി ഫയൽ ചെയ്യുന്നതിന് വരെ ക്വാർട്ടർലി ആക്കി. സോ ആക്ച്വലി 80,000 crores വന്നു കഴിഞ്ഞ November December കളക്ഷൻ. സോ ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു ഗോ ഡൗൺ ഇമ്മീഡിയറ്റ്ലി. പക്ഷേ ഇറ്റ് വിൽ കം അപ്പ്. പിന്നെ GST കുറിച്ച് പറയുന്നുണ്ട് ലൈക്ക് ഒരു സിംപ്ലിഫൈ ചെയ്യാനാണ് നമ്മൾ ട്രൈ ചെയ്തത്. പക്ഷേ ഇപ്പോഴും 5 slabs ഉണ്ട്, ലൈക്ക് 0, 5, 12, 18, 28, ലൈക്ക് 5 slabs ഉണ്ട്. മാത്രമല്ല ഗോൾഡിനൊക്കെ another 3%. സോ ഇറ്റ് ഈസ് getting blurred. So to keep that tax slabs clean and simplified and to get the GST in place will be one key concern, right? Sorry, I'm going back and forth on this. Like പക്ഷേ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ സാഗർമാല അല്ലെങ്കിൽ ഭാരത്മാല പോലുള്ള പ്രോജക്റ്റുകൾക്ക് ഹ്യൂജ് അലക്കേഷൻസ് വന്നിട്ടുണ്ട്. ഐ മീൻ ഹ്യൂജ് ബൈ റെഗുലർ സ്റ്റാൻഡേർഡ്സ്. പക്ഷേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഭാരത്മാലയ്ക്ക് 7 lakh crores money has been allocated. Sagarmala is again 6 megaports and all of that. So there is a lot of activities in planned actually. So എനിക്ക് തോന്നുന്നു ഈ വരുന്ന ഒരു 2-3 yearsൽ തീർച്ചയായിട്ടും ഈ പ്രോജക്ട്സുകളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതായിരിക്കും വളരെ. one is announcing these policies in budget. And then leaving it at that. Like second is actually performance against the targets, performance against planned execution. Like അന്നേരം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടായിരിക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പം. സോ ഐ എം നോട്ട് എക്സ്പെക്ടിങ് മേജർ സ്ട്രക്ചറൽ റിഫോംസ് ഇൻ ദിസ്. പിന്നെ GST റിലേറ്റഡ് ആയിട്ടുള്ള എന്താണെങ്കിലും ആക്ച്വൽ നമ്പേഴ്സ് വിൽ കം GST കൗൺസിലിൻ്റെ ആണ് ഇനിയിപ്പോൾ അനൗൺസ് ചെയ്യുന്നത്. സോ അത് വരാൻ സാധ്യതയില്ല. പിന്നെ സെക്ടർ വൈസ് ആയിട്ട് ഒബ്വിയസ്ലി ദർ ആർ ലോട്ട്സ് ഓഫ് സ്മോൾ ചേഞ്ചസ് എക്സ്പെക്റ്റഡ്. മേ ബി വി ക്യാൻ ഡിസ്കസ്. നമുക്ക് ആസ് വി ഗോ ഫോർവേഡ് വി ക്യാൻ ഡിസ്കസ് സെക്ടർ വൈസ്. ഇപ്പം ടെക്നോളജിയിൽ എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ ഫാർമയിൽ എന്ത് സംഭവിക്കുന്നു, അങ്ങനെ ബാങ്കിങ് കുറേ ദർ ആർ എക്സ്പെക്ടേഷൻസ് ഇൻ ഈച്ച് ഓഫ് ദിസ്. എല്ലാ ഈ സെക്ടറുകളിലെല്ലാം എക്സ്പെക്ടേഷൻസും ഉണ്ട്. ഡിജിറ്റൽ ഫോർ എക്സാമ്പിൾ ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഒന്ന് ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻസ് ഇൻസെൻറ്റിവൈസ് ചെയ്യാനായിട്ട് എന്താണ് നടത്താൻ പോകുന്നത് എന്നുള്ള അതിനുള്ള വാട്ട് ആർ ദ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. പേഴ്സണലി ഓൾസോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. പിന്നെ അത് പേയ്മെൻറ്റ് ഇക്കോസിസ്റ്റത്തിന് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ അത് ഇറ്റ് ഹാസ് ടു കം ഇൻ പ്ലേസ് ലൈക്ക് പ്രോപ്പർലി. അതിൻ്റെ സെക്യൂരിറ്റി മെഷേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മൾ വി ആർ എക്സ്പോസിങ് ourselves with a lot of personal data and all of that, right? അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി ബിക്കംസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ സാധാരണ മിലിറ്ററി പോലെ തന്നെയുള്ള ആക്ച്വൽ മിലിറ്ററി പോലെ തന്നെ യു നീഡ് ആക്ച്വലി സൈബർ മിലിറ്ററി ഇൻ എ വേ, ലൈക്ക് റൈറ്റ്. കാരണം ഈ ഡേറ്റ ഒരുപാട് എക്സ്പോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സൈബർ സെക്യൂരിറ്റി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. ആ ഏരിയയിൽ തന്നെ ഇപ്പോൾ ഈ സൈബർ റീസ്കില്ലിംഗ്, ഇപ്പോൾ ഞാൻ വന്നപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തോന്നുന്നു. റീസ്കില്ലിംഗിൻ്റെ ഐ തിങ്ക് സംബഡി വാസ് ടോക്കിംഗ് അബൌട്ട് റീസ്കില്ലിംഗ് ഓൺ. സോ സൈബർ ഡിജിറ്റൽ അവയർനെസ് ആൻഡ് സൈബർ സ്കില്ലിംഗ് ആ ഏരിയയിലൊക്കെ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെലികോം സർവീസസിൻ്റെ GST 12% അത് റിഡക്ഷൻ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ ടെക്നോളജീസ് ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ടേഷൻ ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, സിൻസ് ഇറ്റ് ഈസ് ഓൾവേസ് സെഡ് മോദി ഗവൺമെൻറ് ഇസ് പ്രോ ഇൻഡസ്ട്രി കൈൻഡ് ഓഫ് തിങ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ വളരെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ടാക്സ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. സോ 30% 25% ആവുമോ എന്നുള്ളതാണ്. വളരെ ഐ ഡു നോട്ട് തിങ്ക് ഇറ്റ് വിൽ ബിക്കം 25% ആവാൻ സാധ്യത കുറവാണെന്നാണ്. കാരണം കഴിഞ്ഞ ബഡ്ജറ്റിൽ ആക്ച്വലി MSME മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിന് കോർപ്പറേറ്റ് ടാക്സസ് ആക്ച്വലി നമ്മൾ കുറച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ അപ് ടു 50 crores റവന്യൂ ടേൺ ഓവർ ഉള്ളവർക്ക് ടാക്സ് കുറച്ചിട്ടുണ്ട്. പക്ഷേ 30 to 25% ആവാൻ I do not see. Globally, when I checked it, എല്ലാവരും ആക്ച്വലി കോർപ്പറേറ്റ് ടാക്സേഷൻ കുറച്ചിട്ടാണ് വരുന്നത്. ഇപ്പം US ആണെങ്കിലും UK ആണെങ്കിലും ഈവൻ ഹൈ റേറ്റുള്ള ഫ്രാൻസ് പോലെയുള്ളവരാണെങ്കിലും ഒക്കെ ഇങ്ങനെ താഴോട്ടാണ് കൊണ്ടുവരുന്നത്. കോർപ്പറേറ്റ് ടാക്സ് കുറച്ച് തന്നെയാണ് വരുന്നത്. ബിക്കോസ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു ബ്രിങ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ലൈക്ക് അത് കൊണ്ട് കോർപ്പറേറ്റ് ടാക്സ് കുറയുമ്പോഴാണ് തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ അത് വേജിലൂടെ പോകുന്നതോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ദേ ആർ ഏബിൾ ടു ആക്ച്വലി ഇൻവെസ്റ്റ്, ബിക്കോസ് ദാറ്റ് വിൽ ലീഡ് ടു ഇൻവെസ്റ്റ്മെൻറ്റ്. സോ കോർപ്പറേറ്റ് ടാക്സേഷൻ പോയിന്റ് അത് കുറയ്ക്കുമോ എന്നുള്ളത് ഇപ്പോഴും തീർച്ചയായിട്ടും
ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ദില്ലിയിൽ നിന്നും ശ്രീ CP നാരായണൻ MP അദ്ദേഹം നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ തത്സമയം ചേർന്നുണ്ട്. ശ്രീ CP നാരായണൻ, സ്വാഭാവികമായും ശ്രീ TP നാരായണൻ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഒരുപക്ഷെ ബുദ്ധിമുട്ടുള്ള, അതായത് നിലവിൽ വലിയ തിരിച്ചടി നേരിടുന്ന ഒരുപാട് മേഖലകളെ തഴുകിയല്ലാതെ മുൻപോട്ട് പോകാനാകില്ല എന്നൊരു ഘട്ടം നിൽക്കുന്നുണ്ട്. പക്ഷെ സ്വാഭാവികമായും വലിയ പരീക്ഷണങ്ങൾ സാമ്പത്തിക മേഖലയിൽ നടത്തിയിട്ടുള്ള പശ്ചാത്തലത്തിൽ അതിൽ നിന്നും വലിയ ഒരു മാറ്റം അല്ലെങ്കിൽ അതിനെ തകിടം മറിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള ഒരു സാമ്പത്തികമായ ഘടകം കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പ്രതിഷേധങ്ങൾ, ഇത് ഉയർന്നു വന്നിട്ടുള്ള പ്രതിഷേധങ്ങൾ കാണാതെ മുൻപോട്ട് പോകാനാകില്ല എന്നൊരു അവസ്ഥയുമുണ്ട്. അതിൽ നിന്നും കൊണ്ടൊക്കെ തന്നെയും എന്താകും ബജറ്റിന് ചെയ്യാനാവുക? ഈ ബജറ്റിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത വെച്ചാണെങ്കിൽ പ്രധാനമന്ത്രിയും ധനമന്ത്രിയും പറയുന്നതനുസരിച്ചാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പഴയ ചൊല്ലുണ്ട്, ഞാനും ഭാര്യയും തട്ടാനും ഉണ്ടായാൽ മതി. ആ മാതിരി ഈ നമ്മുടെ എക്കണോമിക് സർവേയിൽ പറഞ്ഞിരിക്കുന്നത് ഇൻഡസ്ട്രീസും എക്സ്പോർട്ടും മതി, അതിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളത്. പക്ഷേ മഹാഭൂരിപക്ഷം ജനങ്ങൾ കൃഷിക്കാരാണ്, മറ്റു തരം തൊഴിൽ ചെയ്യുന്നവരാണ്. അവർ ഒന്ന് നമ്മൾ പറയുന്നുണ്ട്, രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലും അതേപോലെ തന്നെ ഈ ഇക്കണോമിക് സർവേയിലും പറയുന്നൊരു കാര്യം, നമ്മൾ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യമാണെന്നാണ്. അതായത് യുവാക്കൾ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വൈസ്. പക്ഷേ അവരെ ഈ ആധുനിക ലോകത്തിനനുസരിച്ച് അവർക്ക് വേണ്ട സ്കിൽ ഇമ്പാർട്ട് ചെയ്യാൻ, അവർക്ക് വേണ്ട അവരെ ആ തരത്തിൽ ആധുനിക തൊഴിലുകളിൽ അഭ്യസിപ്പിക്കാൻ ഒരു പണിയും കാര്യമായിട്ട് ചെയ്തിട്ടില്ല. നഗരപ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സ്കിൽ ഇന്ത്യ എന്നൊക്കെ പറയുന്ന ചില പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ കോടിക്കണക്കിന് യുവതി യുവാക്കളെ ആ തരത്തിൽ ട്രെയിൻ ചെയ്യാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പിലോ ലേബർ വകുപ്പിലോ ഇതിനു വേണ്ടി വേണ്ടത്ര പണവും നീക്കി വെച്ചിട്ടില്ല. ഈ തരത്തിലുള്ള ഈ മാക്രോ ലെവലിൽ 125 കോടിയോ അല്ലെങ്കിൽ 130 കോടിയോ ജനങ്ങളിൽ മഹാഭൂരിപക്ഷത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ ഒന്നും തൊടാതെ കോർപ്പറേറ്റ്സിനെ മാത്രം അവരെ കൂടുതൽ പ്രീതിപ്പെടുത്തുക, അവർക്ക് ലക്ഷക്കണക്കിന് കോടി രൂപ കഴിഞ്ഞ 8-10 വർഷങ്ങളിലുള്ള ബാങ്കുകളിലെ NPA വഴി മറിച്ചു കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ അവരാണെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ വ്യാവസായിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ശ്രമിച്ചിട്ടില്ല. ഇതിലൊരു മാറ്റം വരാതെ അവരിൽ ഒരു മാറ്റം വരുത്താനുള്ള എന്തെങ്കിലും ശ്രമം ഗവൺമെൻറ് ചെയ്യാതെ, അതോടൊപ്പം കാർഷിക മേഖലയിലും ഈ സർവീസസ് സെക്ടറിലും കൂടുതൽ യുവക്കൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കാതെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. കാരണം അവസാന അപഗ്രഥനത്തിൽ എല്ലാവരും കൂടി പണിയെടുക്കുമ്പോഴാണ്, യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലൊക്കെ എല്ലാവരും കൂടി പണിയെടുത്ത് അവരുടെ കോൺട്രിബ്യൂഷനും കൂടി ആഡപ്പ് ചെയ്യുമ്പോഴാണ് ഒരു പിടി കോർപ്പറേറ്റ്സിൻ്റെ സംഭാവന കൊണ്ടല്ല രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നത്. ആ ഒരു പ്രാഥമിക സാമ്പത്തിക പാഠം ഇനിയും നമ്മുടെ ഗവൺമെൻറ്റും അവരുടെ സാമ്പത്തിക ഉപദേശകരും അംഗീകരിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു. തിരികെ എത്താം. ശ്രീ ഡിജോ കാപ്പൻ കൂടി നമ്മോടൊപ്പം ചേർന്നുണ്ട് ചർച്ചയിൽ. ശ്രീ ഡിജോ കാപ്പൻ, അതായത് നിലവിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ വിവിധങ്ങളായ വിഷയങ്ങളുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് പല വിഷയങ്ങളിലും ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പശ്ചാത്തലം കൂടി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കരുതൽ വേണ്ട ഒരു മേഖല എന്ന് പറയുമ്പോൾ കൃഷിയുടെ കാര്യം പറയുകയുണ്ടായി, തൊഴിൽ വിഷയം സംസാരിക്കുകയുണ്ടായി, ഒപ്പം തന്നെ മറ്റ് മേഖലകൾ, ആരോഗ്യ മേഖലകൾ പോലെയുള്ള മേഖലകളിൽ ഉണ്ടാകേണ്ട ഒരു കരുതൽ, അത്തരം കാര്യങ്ങളിലൊക്കെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാനാകും സർക്കാർ ഉദ്ദേശിക്കുക ഈ ഒരു ഘട്ടത്തിൽ? ശ്രീ ഡിജോ കപ്പൻ. അല്ല, അച്ഛാ ദിൻ വരുമെന്ന് പറഞ്ഞാണ് മോദി 2014 അധികാരത്തിലെത്തിയത്. പക്ഷെ ഓരോ ബഡ്ജറ്റ് കഴിയുമ്പോഴും
1% വരുന്ന അതിസമ്പന്നരായ ആളുകൾക്കാണ് അച്ഛാദിൻ വരുന്നതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും അവസാനം പുറത്തു വന്ന കണക്കനുസരിച്ച് ഇന്ത്യയുടെ സമ്പത്തിന്റെ 73%വും 1% വരുന്ന ശതകോടീശ്വരന്മാരുടെ കയ്യിലാണ്. ഇതിന്റെ കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്തതിൽ വന്നിരിക്കുന്ന ഒരു വലിയ ശരിയല്ലാത്ത ഒരു പ്രവണതയുണ്ട്. അതായത് കോർപ്പറേറ്റുകൾക്ക് അവരെ നിലനിർത്തുക, അത് പാവപ്പെട്ടവന് വേണ്ടിയിട്ട് തൊഴിൽ കൊടുക്കുന്ന ആളുകളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണെന്ന വ്യാജേന അവരുടെ കടം മുഴുവൻ എഴുതിത്തള്ളുക. ഇപ്പൊ ബാങ്കുകളുടെ കണക്ക് വന്നു. കഴിഞ്ഞ വർഷം ബാങ്കുകളുടെ കിട്ടാക്കടം 8 ലക്ഷം കോടിയായിരുന്നെങ്കിൽ ഒരു വർഷം കൊണ്ട് 9 ലക്ഷം കോടി രൂപയായി. ഇതൊന്നും 25,000 50,000 രൂപ എടുത്ത പാവപ്പെട്ടവന്റെ കടമല്ല. ഇതെല്ലാം ശതകോടികളുടെ കടമെടുത്ത വൻകിട കോർപ്പറേറ്റുകളുടെ കടമാണ്. അപ്പോൾ അവരുടെ പേരിൽ നടപടി എടുക്കാതെയും പാവപ്പെട്ട ഒരു പെട്ടിക്കടക്കാരൻ അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് കടമെടുത്ത ഒരു കൃഷിക്ക് പണം ഇറക്കിയവൻ അവന്റെയൊക്കെ കൃത്യമായ ചെണ്ട കൊട്ടി ജപ്തി നടത്തുന്നു. ഇവിടെ ആരോഗ്യ രംഗത്തെ കുറിച്ച് പറഞ്ഞു, തൊഴിൽ രംഗത്തെ കുറിച്ച് പറഞ്ഞു. 350 രൂപയാണ് തൊഴിലാളിക്ക് വെച്ചിരിക്കുന്ന ഒരു ദിവസത്തെ കൂലിയായിട്ട് വെച്ചിരിക്കുന്നത്. പ്ലാനിംഗ് ബോർഡിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞ് 27 രൂപയുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ജീവിക്കാവുന്ന. എങ്ങനെ കണക്ക് കൂട്ടിയാണ് ഈ 27 രൂപ കണ്ടെത്തിയതെന്ന് അറിയത്തില്ല. നമുക്കറിയാം 350 രൂപ കൊണ്ട് ഒരു കുടുംബത്തിന് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ആ തൊഴിൽ മന്ത്രാലയത്തിന്റെ ആ കണക്ക് പുനഃപരിശോധിക്കാനുള്ള ഒരു ശ്രമം ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റിന്റെ 1% മാത്രമാണ് ആരോഗ്യ രംഗത്തിന് വേണ്ടിയിട്ട്. ഏതാണ്ട് 67% ഇന്ത്യൻ പൗരന്മാരും സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്തിട്ടാണ് അവൻ ആശുപത്രി ചെലവ് നടത്തുന്നത്. അപ്പോൾ ഈ മേഖലകൾക്കൊക്കെ വീതം കൂടുതൽ മാറ്റിവെച്ചില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഒരു അസമത്വം ഉണ്ടാകും. സ്വാഭാവികമായും നക്സൽ ചിന്തകൾ ഉത്ഭവിക്കുന്നത് ഇങ്ങനത്തെ വലിയ ഒരു അന്തരം സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുമ്പോൾ തന്നെയാണ്. പക്ഷേ മോദി സർക്കാരിൽ നിന്ന് അത് പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ബഡ്ജറ്റാണ്. ഇപ്പം വന്നിരിക്കുന്ന കണക്കനുസരിച്ച് നമ്മുടെ ഒരു സാമ്പത്തിക വളർച്ചയുടെ മുരടിപ്പ് നോട്ട് അസാധുവാക്കും GSTയുമായിരുന്നു. പക്ഷേ GSTയിൽ ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന ക്വാർട്ടറുകളിലെ കണക്കനുസരിച്ച് സെൻട്രൽ ഗവൺമെന്റിന്റെ വരുമാനം കൂടുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അതനുസരിച്ച് കൂടുന്നില്ല. സ്വാഭാവികമായിട്ടും അത് കൂടാനാണ് സാധ്യത. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാത്ത വിവിധ മേഖലകളിൽ സർവീസ് ടാക്സ് അല്ലെങ്കിൽ GST ഏർപ്പെടുത്തിയിരിക്കുക. ചുമട്ടുകൂലിക്ക് പോലും GST വന്നിരിക്കുക. അപ്പോൾ ഇത് കൃത്യമായി പിരിവ് എടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് കൃത്യമായി അതിൻ്റെ സോഫ്റ്റ്വെയർ ഇല്ലാത്തത് കൊണ്ട് ഗവൺമെന്റിലേക്ക് ചെല്ലേണ്ട പണം കൃത്യമായി കിട്ടാത്തത് കൊണ്ടാണ്. അത് സ്വാഭാവികമായും അടുത്ത സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും ഇഷ്ടം പോലെ പണം ജനങ്ങളിൽ നിന്ന് പിടിച്ചു പറിക്കുന്ന പണം എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കുന്നു. ഈ പണം കേന്ദ്ര ഖജനാവിലേക്ക് കിട്ടും. സംസ്ഥാനങ്ങൾക്ക് അതനുസരിച്ചുള്ള വരുമാനം കിട്ടുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. അപ്പം ഈ വക കാര്യങ്ങളിലൊക്കെ ഇപ്പം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വില കൂടുമ്പോൾ അത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ തലയിലേക്ക് വെക്കുകയും ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞ കാലങ്ങളിൽ ഒന്നും അതിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് കിട്ടാതെ വരുന്നു. അപ്പോൾ ഇത് വമ്പിച്ച ഒരു നമുക്കറിയാം ട്രാൻസ്പോർട്ടിംഗ് രംഗത്തൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങളുടെ കൈമാറ്റ ചെലവൊക്കെ കൂടുമ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഉണ്ടാവും. ഒന്നുകിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില GSTയുടെ പരിധിയിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാർക്കറ്റിലെ ക്രൂഡ് ഓയിലിന്റെ വില കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കുറഞ്ഞപ്പം അത് ജനങ്ങൾക്ക് നൽകിയില്ല. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന കണക്കനുസരിച്ച് 2016-17 3 ഇരട്ടി ലാഭമാണ് 2017-18 ലാസ്റ്റ് ക്വാർട്ടറിൽ വന്നിരിക്കുന്നത്. എണ്ണ കമ്പനികൾ തടിച്ചു കൊഴുക്കുകയും ഇവിടെ പാവപ്പെട്ട ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന കുടുംബം അല്ലെങ്കിൽ ടാക്സി ഓടിച്ച് നടക്കുന്ന കുടുംബം, അങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ ക്രൂഡ് ഓയിലിന്റെ വില കൂടുതൽ കൊണ്ട് അവരുടെ കുടുംബം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യുന്ന പ്രവണത ശരിയാണോ? ഇത് ഞങ്ങളെ അധികാരത്തിലെത്തൂ, എന്തിനാണ് വീട്ടമ്മമാർ ഇത്രയും ഗ്യാസിന് പണം ചെലവഴിക്കുന്നത് എന്ന് പറഞ്ഞ് അധികാരത്തിൽ ചോദിച്ചു വാങ്ങിയ മോദി അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ അതിന് ഘടകവിരുദ്ധമായുള്ള പെരുമാറ്റവും നയരൂപീകരണവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ ബഡ്ജറ്റിൽ മാറും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ ഒരു ജനപ്രീണനമായിരിക്കും സ്വാഭാവികമായും ഈ ബഡ്ജറ്റ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ.
യെസ്, ഞാൻ തിരികെ എത്താം. ഡോക്ടർ ഷാജി മനോഹർ പക്ഷേ ഇവിടെ സൂചിപ്പിച്ച് നമ്മൾ നേരത്തെ കൃത്യമായി അതിലേക്ക് വരാമെന്ന് ഞാൻ കരുതി സംസാരിക്കാനായി മാറ്റി വെച്ചതാണ് ഇന്ധനവിലയുടെ വിഷയം. സ്വാഭാവികമായും ഒരു ഘട്ടത്തിൽ ഈ ആഗോള വിപണിയിലെ ഒരു ഉണ്ടായിരുന്ന ആ ഒരു വിലക്കുറവ് ജനങ്ങളിലേക്ക് എത്തിക്കാമായിരുന്നു എന്നൊരു ഘട്ടത്തിൽ പോലും ആ വിധത്തിലുള്ളൊരു ഇനിഷ്യേറ്റീവ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ ഇപ്പോൾ വീണ്ടും വില കൂടിക്കൊണ്ടിരിക്കുന്നൊരു പശ്ചാത്തലം ആഗോള വിപണിയിൽ, ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് എന്ത് ചെയ്യാനാകും? പെട്രോൾ ഓയിലിൻ്റെ വിലയെ പറ്റി ഇപ്പോഴത്തെ സാമ്പത്തിക സർവേയിൽ പറഞ്ഞിരിക്കുന്നത് 2018-19 അടുത്ത ഈ വരുന്ന ധനകാര്യ വർഷത്തിൽ 18% കൂടാനാണ് സാധ്യത എന്നാണ് IMF പറഞ്ഞതായിട്ട് ഇക്കണോമിക് സർവേ തന്നെ പറയുന്നത്. അതുകൊണ്ട് ഇനിയും കൂടാനാണ് സാധ്യത. കാരണം ബ്രെൻഡ് ഓയിലിൻ്റെ വില കൂടി, റഷ്യയും ഒപ്പക്കുമായിട്ട് ഒരു പുതിയ എഗ്രിമെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ എഗ്രിമെൻറ്റിൻ്റെ ഫലമായിട്ട് ഉൽപ്പാദനം കുറയ്ക്കുകയാണ് അവർ, അടുത്ത വർഷവും കുറയ്ക്കാനാണ് സാധ്യത. അപ്പോൾ ഓയിലിൻ്റെ വില കൂടുകയാണ്. അപ്പോൾ ഇവിടെ ചെയ്യാവുന്നത് എന്താണ്? 14-15-ലും 15-16-ലും നമ്മൾ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് നടത്തിയ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ പെട്രോളിൻ്റെ ഓയിലിൻ്റെ വില ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കുറഞ്ഞിട്ടും അതിൻ്റെ ബെനിഫിറ്റ് ആൾക്കാർക്ക് കൊടുത്തില്ല. അത് അന്ന് ആ ഒരു 2 വർഷത്തേക്ക് ആൾക്കാരത് സഹിച്ചത് എന്താന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ആ രീതിയിലായിരുന്നു. ഗവൺമെൻറ് സാമ്പത്തിക സ്ഥിതി അത്തരത്തിൽ പ്രശ്നത്തിലായിരുന്നു. കാരണം സെവൻത് പേ കമ്മീഷൻ റിപ്പോർട്ടും വന്നു, പിന്നെ ഡിഫൻസിൻ്റെ പുതിയ പാക്കേജും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും, പിന്നെ കുറേ ഡെറ്റ് ഓവർഹോൾ ചെയ്ത ഡെറ്റും കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്കത് ധനകാര്യ കമ്മി കുറയ്ക്കണം എന്നുള്ള രീതിയിൽ അത് വെച്ചത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം 16-17 ഇപ്പോൾ ഈ വന്ന് നിൽക്കുന്ന സമയങ്ങളിൽ നമ്മൾ $3 ട്രില്യൺ എക്കോണമി ആയിട്ട് മാറി. ലോകത്തിലെ തന്നെ 3ാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ഈ GDP പർച്ചേസിംഗ് പവർ പാരിറ്റി ടേംസിൽ. 6ാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് നോമിനൽ ടേംസിൽ. അത്രയും വലിയൊരു രാജ്യമാകുമ്പോൾ അങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ ആ ഗ്രോത്തിൻ്റെ ബെനിഫിറ്റ് ഓക്സ്ഫാം പോലെയുള്ള ഒരു സംഘടനകൾ പറയുന്ന രീതിയിൽ 1% ആൾക്കാർക്ക് 73% എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ സാധാരണക്കാരെ ഡെയിലി ദിനം പ്രതി ബാധിക്കുന്ന ഒരു സംഗതിയായ അത്യാവശ്യ ഘടകമായ ഇക്കണോമിക്സിൽ പറയുന്നത് റിലേറ്റീവ്ലി ഇൻഎലാസ്റ്റിക് പ്രോഡക്റ്റായ പെട്രോൾ പോലെയുള്ള പ്രോഡക്ട്സിൻ്റെ വില കുറച്ച് തന്നെ നിർത്തേണ്ടത് ഒരു ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. ഇത്തവണ നിർത്തേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഇത് GSTയിൽ കൊണ്ടുവരുന്ന ഇഷ്യൂ ശരിക്കും എന്തായാലും ബഡ്ജറ്റിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല. കാരണം GST കൗൺസിലാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഈ ബഡ്ജറ്റിൽ അത് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം, അതിൻ്റെ എക്സൈസ് ഡ്യൂട്ടി ഇപ്പോഴും 19 രൂപയാണ് സെൻട്രൽ ഗവൺമെൻറ്, 19 രൂപ ചില്ലറ പൈസയാണ് സെൻട്രൽ ഗവൺമെൻറ്. അതായത് ക്രാക്കിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഏകദേശം 6.5 രൂപയോളം വരും. ഈ പമ്പുകളുടെ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു 3 രൂപ 39 പൈസയോളം വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നാണ് ഇന്നത്തെ വില 76 രൂപ പെട്രോളിൻ്റെ കാര്യത്തിൽ. ഡീസലിനാണെങ്കിൽ അത് 70 രൂപ എടുത്തെത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ ചെയ്യാവുന്നത് സെൻട്രൽ ഗവൺമെൻറ് എക്സൈസ് ഡ്യൂട്ടി കുറച്ച് കൊടുക്കുക. അതാണ് നമ്മൾ രാവിലത്തെ ചർച്ചയിൽ സൂചിപ്പിച്ച എക്സൈസ് ഡ്യൂട്ടി 2 മുതൽ 3 രൂപ വരെ കുറയ്ക്കുകയും, കൂടാതെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ അത് കുറയ്ക്കാതെ തന്നെ അവർ പറയാൻ പോകുന്നത് മാക്സിമം ക്യാപ്പ്, എക്സൈസ് ഡ്യൂട്ടി മാക്സിമം ക്യാപ്പ് എന്ന് പറയുന്ന സംഗതി കൊണ്ടുവരാനാണ് സാധ്യത. കാരണം സെൻട്രൽ ഗവൺമെൻറ്റിന് എത്ര രൂപ കൂടിയാലും എക്സൈസ് ഡ്യൂട്ടിയുടെ മാക്സിമം ചിലപ്പോൾ ഇപ്പോഴത്തെ പരിധി മാക്സിമം ആയിട്ട് നിർത്തിക്കളയും. കാരണം അവർക്ക് പണം മൊബിലൈസ് ചെയ്യാനുള്ള സംഗതിക്ക് വേണ്ടി. അല്ലെങ്കിൽ ചിലപ്പം ഈ ഇലക്ഷൻ നമ്മൾ 2019 പ്രതീക്ഷയാണെങ്കിലും ഇപ്പോൾ പറയുന്ന 2018 അവസാനം ഡിസംബറോട് കൂടി ഇലക്ഷൻ വരുന്നു എന്ന് കേൾക്കുന്നു. അങ്ങനെ തീർച്ചയായിട്ടും 2 രൂപയോ 3 രൂപയോ അതിൽ കുറച്ചിട്ട് ഒരു മാക്സിമം ക്യാപ്പ് എന്നുള്ള രീതിയിൽ നിർത്താനാണ് സാധ്യത. ഇല്ലെങ്കിൽ ഇപ്പം തന്നെ RBIയുടെ കണക്കനുസരിച്ച് 4% ഇൻഫ്ലേഷൻ ആവേണ്ടത്. ഇന്ത്യൻ എക്കോണമിയിൽ നമ്മുടെ ടാർഗറ്റഡ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ പുതിയ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം ഇപ്പോൾ എക്കണോമിക് സർവേയിൽ പറയുന്നു ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്മളത് കൂടുതൽ എടുക്കുന്നില്ലെങ്കിലും 5.1% എത്തി നിൽക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ ഇൻഫ്ലേഷൻ ഇനിയും കൂടാനാണ് സാധ്യത ഇങ്ങനെ വന്നാൽ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതിലേക്ക് വരേണ്ടത്. ഒരു സൈഡിൽ ഇൻഫ്ലേഷൻ വരുന്നുണ്ട്, സാധനങ്ങൾക്ക് വില കൂടുന്നുണ്ട്, എസ്പെഷ്യലി ഫുഡ് പ്രോഡക്ട്സിൻ്റെ വില കൂടുന്നുണ്ട്. പക്ഷേ കർഷകൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ ഉൽപ്പാദകന് അതിൻ്റെ വില കിട്ടുന്നില്ല. കർഷകൻ വിൽക്കുമ്പോൾ ആ വില കിട്ടാതിരിക്കുകയും പക്ഷേ മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ബെനിഫിറ്റ്, എക്കണോമിക് ഗ്രോത്തിൻ്റെ ബെനിഫിറ്റ്, എന്ത് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായാലും അതിനിപ്പോൾ നമ്മൾ 7.5 ഉണ്ടാക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ 7.25 ഉണ്ടാക്കാൻ പോകുന്നെന്ന് പറഞ്ഞാലും അതിൻ്റെ ബഹുഭൂരിപക്ഷം ബെനിഫിറ്റും ഒരു ചെറിയ വിഭാഗം ആൾക്കാരുടെ കയ്യിൽ എത്തുന്ന നയതങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് പുരോഗതി കൈവരിച്ചാലും നമ്മൾ വികസിത രാജ്യമാവും എന്നുള്ള സ്വപ്നത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് അത്യാവശ്യ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്തണം. പ്രത്യേകിച്ചും പെട്രോളും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ ഗവൺമെൻറ് ഇടപെടണം. നമുക്ക് വില സ്ഥിരതാ ഫണ്ടും മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീംസും ഒക്കെ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചെങ്കിലും ഇതൊന്നും ഫലവത്തായില്ല. ഇപ്പോൾ വേറൊരു പുതിയ മോഡൽ ഇപ്പോൾ ഇതിൽ വരാൻ പോവാണ്. GST കൗൺസിലിനെ ട്രാൻസ്ഫോം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇക്കണോമിക് സർവേ ഹിന്റ് തന്നിട്ടുണ്ട്. GST കൗൺസിലിനെ ട്രാൻസ്ഫോം ചെയ്ത് അതിന് ഇപ്പോൾ പ്രോഡക്ട്സിന്റെ വില നിർണ്ണയത്തിനും അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഹസാർഡ്സ് അഗ്രികൾച്ചറിൽ വരുന്നതും പിന്നെ വാട്ടർ ഡിസ്പ്യൂട്ട്സ് തീർക്കാനും മറ്റുമൊക്കെ GST കൗൺസിലിനെ ചേഞ്ച് ചെയ്ത് ഒരു പുതിയ ബോഡിയാക്കി മാറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റ് ഫൈനാൻസ് മിനിസ്റ്റേഴ്സും അതിലുള്ളത് കാരണം ചില കാര്യങ്ങളൊക്കെ GST കൗൺസിൽ, അതായത് പ്ലാനിംഗ് കമ്മീഷൻ അബോളിഷ് ചെയ്ത് നീതി ആയോഗിന് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കൺസെൻസസിലൂടെ ചെയ്യാനുള്ള ഒരു പുതിയ ഐഡിയ ആയിട്ട് ഇത് മാറ്റുമെന്ന് ഒരു സൂചന എക്കണോമിക് സർവേ നടന്നുണ്ട്. നമുക്ക് വെയിറ്റ് ആൻഡ് സീ, നമുക്ക് എന്ത് ആവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഞാൻ തിരികെ എത്താം. അതിൽ ആക്ച്വലി പാർഷ്യലായിട്ട് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ പെട്രോളിൽ സാർ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് തീർച്ചയായിട്ടും ഇനലാസ്റ്റിക് ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റ്സിൽ സംഭവിക്കുന്ന ഇറ്റ് ഹാസ് ഗോൺ ടു എ ഹ്യൂജ് വോളറ്റിലിറ്റി. ആ ഷോക്സ് അപ്പടി ഇങ്ങോട്ട് ഇന്ത്യൻ ഇക്കോണമിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും കുറയ്ക്കുന്നതാണെങ്കിലും കൂട്ടുന്നതാണെങ്കിലും, കാരണം അവർ ഇക്കോണമി വിൽ ഓൾസോ ഗോ ഫോർ ഈക്വലി ഒരു കംപ്ലീറ്റ് വോളറ്റൈൽ ആയിരുന്നു. ഇപ്പം നോമറ നടത്തിയതനുസരിച്ചിട്ട് തന്നെ ഇപ്പം $10 ബാരൽ ക്രൂഡിനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 0.1% ഇറ്റ് ഹാസ് എൻ ഇമ്പാക്ട് ഓൺ ദ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇറ്റ്സെൽഫ്, വിറ്റ്സ് എ ലാർജ് ഇറ്റ്സ് എ ഹ്യൂജ് ഇമ്പാക്ട്. അതുമാത്രമല്ല കൂട്ടുന്നതും കുറയ്ക്കുന്നതും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന സാധാരണ പേപ്പറുകളിലൊക്കെ വായിക്കുന്നത് പോലെ എന്തുകൊണ്ട് പ്രൈസ് കുറയ്ക്കുന്നില്ല കൂട്ടുന്നില്ല എന്നുള്ളതിനേക്കാൾ ഉപരി അത് കുറച്ച് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇറ്റ്സ് നോട്ട് ആസ് സിമ്പിൾ ആസ് റെഡ്യൂസിംഗ് ദ പ്രൈസ് as per the international levels. അതിലൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. And just one more point I wanted to add that. And I also don't think ഇപ്പം inflation point നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ inflation ജൂണിൽ 1.54 ആയിരുന്നു, പക്ഷേ 2013 it has gone up to a high level of some 13.17 or something like that, right? I agree 4 to 4.5% ഇപ്പോൾ CPI നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 5.21 ആണ്, like roughly about 4.88 in the last month December. പക്ഷേ എന്നാലും over a medium term I think are we expecting it to, I think it is getting stabilized, right? It may not be 4%. അല്ല, ഈ ഓയിലിന്റെ കാര്യത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് മനസ്സിലാവാത്ത ഒരു തിയറി നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ 2 വർഷം മുമ്പ് ഇന്റർനാഷണൽ ക്രൂഡിന്റെ വില ഓൺ ആൻ ആവറേജ് $105 എത്തി. ഇപ്പൊ ക്രൂഡിന്റെ വില, ഇന്നത്തെ വില $70 $105 എത്തിയപ്പോൾ നമ്മുടെ വില 65 രൂപയായിരുന്നു പെട്രോളിന്. ഇന്നത്തെ വില 76 രൂപയാണ്. എന്താണ് ഇതിന്റെ മാജിക്? അപ്പോൾ ഷോക്ക് അബ്സോർബ് ചെയ്യുന്നത് നമ്മൾ ഈ ഷോക്ക് അബ്സോർബ് ചെയ്യുന്ന അല്ല, ഇന്റർനാഷണൽ ക്രൂഡ് കുറവാണ്. അത് തന്നെ രാവിലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നേപ്പാളിൽ ഇന്ത്യ സപ്ലൈ ചെയ്യുന്ന ക്രൂഡ് ഓയിൽ അവിടെ പെട്രോൾ വിൽക്കുന്നത്, ഡീസൽ വിൽക്കുന്നത് 55 രൂപയ്ക്കാണ്. ഇന്ത്യയാണ് അവിടെ സപ്ലൈ ചെയ്യുന്നത്. ഇന്ത്യ ഇറക്കുമതി ചെയ്ത് സപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് 55 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്നു. നമുക്ക് എന്തുകൊണ്ട് ആ വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്നില്ല? ഇവിടെയാണ് പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോധപൂർവ്വം, അത് നല്ലതാണ്, എക്കണോമിക്കലി നല്ലൊരു പോളിസിയാണ്, കാരണം ഗവൺമെന്റ് റിസോഴ്സസ് കണ്ടെത്തുന്നു, നല്ലതാണ്. പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാരെയും ബാധിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ നിന്ന് കളക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ പാവങ്ങളുടെ നിന്ന് അത് പിടിച്ചെടുത്ത് ഒരു പാലത്തിനും റോഡിനും പോർട്ടുകൾക്കും വേണ്ടി ചെലവാക്കണോ, അതോ പാവങ്ങൾക്ക് ആ പൈസ കൊടുത്തിട്ട് പണക്കാരെ നിന്ന് പിരിച്ചെടുത്ത് പോർട്ടുകളും റോഡുകളും ഉണ്ടാക്കണമെന്നുള്ള ഈ 2 എക്കണോമിക് മോഡൽസിൽ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഗവൺമെന്റിന്റെ വില്ലാണ്, അല്ലെങ്കിൽ പ്രയോറിറ്റിയാണ് ഇവിടെ നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാവിലെ പറഞ്ഞതുപോലെ റിച്ച് ആയിട്ടുള്ള ഈ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ നമ്മൾ നോക്ക്, ഫോർബസ് ലിസ്റ്റിൽ ആദ്യത്തെ 100ൽ ഏകദേശം 22ഓളം പേര് ഇന്ത്യക്കാരാണ്. അപ്പോൾ ആയിക്കൂടെന്നല്ല, നമുക്ക് ബില്യനേഴ്സൊക്കെ വേണം, നല്ലതാണ്. പക്ഷെ അതേസമയം തന്നെ എന്താണ്, ആദ്യത്തെ 300 യൂണിവേഴ്സിറ്റികളിൽ വേൾഡിൽ എടുത്താൽ ഇന്ത്യയിൽ നിന്ന് ഒരെണ്ണം പോലും ഇല്ല. ഇതാണ് വ്യത്യാസം. ഇന്ത്യയിൽ യൂത്ത് എന്ന് പറയുന്നത് 65% ആൾക്കാരും 35 വയസ്സ് താഴെയുള്ളതാണ്. ഈ വേൾഡിലെ ഫോർബസ് ലിസ്റ്റിലെ 300 യൂണിവേഴ്സിറ്റികൾക്കകത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് 3 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും 350ാമത്തേലേക്ക് മാറി. അപ്പോൾ ഇതാണ് അതിൻ്റെ കണക്കെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ താഴോട്ട് പോകുകയല്ല വേണ്ടുന്നത്, മുകളിലോട്ട് പോകണം. ഇതൊരു രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ല പറയുന്നത്. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം 2050 ഇന്ത്യ ഒരു വികസിത രാജ്യമായിട്ട് കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. അത് ഗവൺമെന്റ് അതിന്റെ പ്രയോറിറ്റി നിശ്ചയിച്ചാൽ എത്താൻ. ഞാനൊരു ഇടവേളയിലേക്ക് പോയ ശേഷം വളരെ ഇടവേള തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ KVS ഹരിദാസ് കൂടി നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ചർച്ചയിൽ ശ്രീ KVS, അതായത് വലിയൊരു പ്രതീക്ഷ എന്നൊക്കെ രീതിയിലൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നേരത്തെ ചർച്ച നടത്തിയല്ലോ പെട്രോള്. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ CP നാരായണൻ, ഞാൻ താങ്കളിലേക്ക് എത്താം. നേരത്തെ ഡീസലിന്റെയും പറഞ്ഞോളൂ. ഈ നേരത്തെ പെട്രോളിന്റെ വിലയും ഡീസലിന്റെ വിലയും കൂടുന്നു എന്ന് പറഞ്ഞില്ലേ, അത് പ്രഹേളിയൊന്നുമല്ല, നമുക്ക് എളുപ്പമാണ്. കാരണം 2014 9.5 രൂപയായിരുന്നു ഒരു ലിറ്റർ പെട്രോളിന്റെ എക്സൈസ് ഡ്യൂട്ടി. അതിപ്പോൾ ഏതാണ്ട് 19 രൂപയാണ്. അതേപോലെ ഡീസലിന് ഏതാണ്ട് 4 രൂപയായിരുന്നു, അതിപ്പോൾ 16 രൂപയാണ്. ഈ വർധനയാണ് ഈ രണ്ടിൻ്റെയും വില മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാക്കാൻ കാരണം. നമ്മൾ അതിന് ഒരു റീസണബിളായിട്ട് ഈ ടാക്സ്, ഈ നികുതികളൊക്കെ
നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് വില കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ അതിന് യാതൊരു നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത യാതൊരു പ്രശ്നവും അതിലില്ല. ആ കാര്യത്തിൽ ഗവൺമെൻറ് തീരുമാനം എടുക്കണമെന്നേ ഉള്ളൂ. മറ്റു കാര്യങ്ങളിൽ ഞാൻ പിന്നെ നിങ്ങൾ തീർച്ചയായും ഞാൻ അതിലേക്ക് തന്നെ വരാം. ഏതായാലും ശ്രീ KVS, ആദ്യം നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എത്താം. ആദ്യം തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. സ്വാഭാവികമായും ഇന്ധനവില, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ബജറ്റിൽ അത്തരത്തിൽ ജനങ്ങൾ ആശങ്കയുണ്ടാകും എന്നതുകൊണ്ട് തന്നെയാണ് പെട്രോളിയം മന്ത്രാലയത്തിന് നിലവിലെ ഒരു നിർദ്ദേശവും ഒക്കെയും നിലനിൽക്കുന്നത്. അവിടെയാണ് ഇവിടെ ഡോക്ടർ ഷൈജുമോനൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു നിലപാടിന്റെ കൂടി പ്രശ്നമാണ്. ആഗോള വിപണിയിൽ ഇത്രയേറെ വില കുറഞ്ഞ ഒരു ഘട്ടത്തിൽ പോലും അതിന്റെ ലാഭം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാഞ്ഞ സർക്കാർ ഈ ഒരു ഘട്ടത്തിൽ, അതായത് ആ ഒരു വിലക്കുറവ് എന്ന ഒരു സ്റ്റെബിലിറ്റി മാറിയിട്ട് ഇപ്പോൾ വീണ്ടും വില കൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്താകും? ഇവിടെ നഷ്ടം സഹിക്കണം എന്ന് പറയുന്നില്ല, പക്ഷേ ലാഭത്തിന്റെ ഒരു വിഹിതം ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്തുകൊണ്ട് സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് ചോദ്യം. ശ്രീ KVS. സൗമ്യ, ഇതിൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരമേക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് പിന്തിരിഞ്ഞ് നോക്കേണ്ടതുണ്ട്. അന്ന് രാജ്യം അഭിമുഖീകരിച്ചിരുന്ന ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു, പല തരത്തിലുള്ള പ്രതിസന്ധികൾ. അതിനെ തരണം ചെയ്യാനും നമ്മുടെ എക്കണോമിയെ നല്ല നിലയ്ക്ക് എത്തിക്കാനും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഇത്തരം ഒരു നടപടികളിലേക്ക് മോഡി ഗവൺമെൻറ് പോയത് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇപ്പോൾ ആ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ സർക്കാരിൻ്റെ സമ്പദ്ഘടന സുശക്തമാണ്. അങ്ങനെ ഒരു ആശങ്കയുടെ നാളുകളൊന്നും ഇന്നില്ല. അവസ്ഥയില്ലെങ്കിലും 4 വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കിലാണ് നിലവിൽ രാജ്യം നിൽക്കുന്നത് എന്നത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ഇന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്, കോർ സെക്ടർ ഗ്രോത്ത് 4% ആയിട്ട് കുറഞ്ഞു ഇന്ന് കഴിഞ്ഞ മാസം. അല്ല, വളർച്ചാ നിരക്കിനുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യരുത് സ്വാമി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, നമ്മുടെ ചില സാമ്പത്തിക സൂചകങ്ങളുണ്ടല്ലോ, രാജ്യത്തിൻ്റെ സാമ്പത്തിക നില എങ്ങനെയാണ്, സമ്പദ്ഘടന എങ്ങനെയാണെന്ന് നൽകുന്ന ചില സൂചകങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ടാകും, രാജ്യത്തിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ആ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇന്ന് സർവകാല റെക്കോർഡിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഏതാണ്ട് $411 ബില്യൺ അടുത്ത്. അത് മോഡി ഗവൺമെൻറ് ടേക്ക് ഓവർ ചെയ്യുന്ന വർഷത്തിൽ 2014 293 ബില്യൺ ആയിരുന്നു. അതാണിന്ന് 411 ബില്യണിലേക്ക് എത്തുന്നത്. വിദേശ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ. കാരണം 2016-17 റെക്കോർഡ് FDI ഉണ്ടായത്, $60 ബില്യൺ ആയിരുന്നു. ഇത്തവണ അതിനെ മറികടക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് കഴിഞ്ഞ ഫസ്റ്റ് ഹാഫിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പണപ്പെരുപ്പം ഏതാണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു. വിദേശ വാണിജ്യ രംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ കയറ്റുമതി കുറേ പോരായ്മകളുണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇപ്പോൾ എല്ലാവരും ഇതിനു മുമ്പും ചർച്ചയിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും. അത്തരം കാര്യങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുമുണ്ട്. അത് GDPയുടെ 3-2% നിലനിർത്തണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുണ്ട്. അതിന് ഇന്നിപ്പോൾ കഴിയുന്നു ഏതാണ്ട്. അതുപോലെ അത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ജനറൽ കാണുന്ന സൂചകങ്ങൾ. അതുപോലെ സെൻസെക്സിൽ കാണുന്ന വലിയ ഉത്തേജനം. ഇപ്പോൾ സെൻസെക്സ് ഏതാണ്ട് 36,000-ന് മുകളിലാണ് ഇന്നിപ്പോൾ. നമ്മുടെ നിഫ്റ്റിയിലും ആ ഒരു ചലഞ്ച് നമുക്കിന്ന് കാണാം. അപ്പോൾ പൊതുവെ നമ്മുടെ എക്കണോമി സുരക്ഷിതമാണ്, സാമ്പത്തിക സ്ഥിതി സുരക്ഷിതമാണ്. മാത്രമല്ല, കോടാനുകോടി ഉറുപ്പികയുടെ വികസന പദ്ധതികൾ ഇന്ന് രാജ്യത്ത് നടപ്പാക്കുന്നു. ദേശീയപാതയുടെ കാര്യത്തിലാണെങ്കിലും, ഗ്രാമീണ സടക്ക് യോജനയുടെ കാര്യത്തിലാണെങ്കിലും, റെയിൽവേയുടെ മേഖലയിലാണെങ്കിലും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ രംഗത്ത് ആവശ്യത്തിന് പണം ചെലവഴിക്കാൻ നമുക്കിന്ന് കഴിയുന്നു. ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ പെട്രോളിയം പ്രൈസിൻ്റെ കാര്യത്തിൽ ഒരു സൂക്ഷ്മമായ വിലയിരുത്തലിന് ഗവൺമെൻറ് തയ്യാറാകും എന്ന് തന്നെയാണ്. പക്ഷെ
പക്ഷെ ഇവിടെ ഒരു കാണേണ്ടത് ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് എക്കണോമിക് സർവേ വിശദീകരിച്ചുകൊണ്ടൊരു സൂചന നൽകുകയുണ്ടായി. ഈ പെട്രോളിയം പ്രൈസിലുണ്ടാകുന്ന ആഗോള വിപണിയിലുണ്ടാകുന്ന ഹൈക്ക് അത് നമ്മുടെ ഗ്രോത്തിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. 0.2% മുതൽ 0.3% വരെയൊക്കെ ഉണ്ടാവുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ കണ്ടത്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് അതൊക്കെ കണക്കിലെടുക്കേണ്ടി വരും. എന്നാൽ പോലും ഒരു ഇളവ് എക്സൈസ് ഡ്യൂട്ടിയുടെ കാര്യത്തിൽ ഒരു ഇളവ് നൽകാനോ അല്ലെങ്കിൽ വില ക്രമീകരിക്കാനോ ഒക്കെ ഗവൺമെൻറ് സന്നദ്ധമാകും എന്ന് തന്നെയാണ്. ഇവിടെ ഒരു കാണേണ്ട വേറൊരു കാര്യം കൂടി, ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്തെ 19 സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നത് BJPയോ അതിൻ്റെ സഖ്യകക്ഷികളോ ആണ്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഒരു വലിയ മേഖലകളിലേക്ക് ഇതിൻ്റെ നേട്ടം എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ ആ ചുമതല പങ്കുവയ്ക്കാൻ BJPയോ BJPയുടെ സഖ്യകക്ഷികളോ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളും തയ്യാറാവേണ്ടി വരും എന്നുള്ള ഒരു മെസ്സേജും ചിലപ്പോൾ ഇന്നുണ്ടായേക്കാം. ചർച്ചയിലേക്ക് തന്നെ നമുക്ക് വളരെ വേഗം എത്താം. ഒരു ഇടവേളയിലേക്ക് കൂടി പോയ ശേഷം സംസ്ഥാന സർക്കാർ